ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹോണ്ട ആക്റ്റീവ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. നിലവിൽ സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവില്ല, കിക്കർ അടിച്ച വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെയാണ് പ്രോബ്ലം. അതിൻ്റെ ഈ ഹോൾഡർ സെറ്റാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ സോൾഡർ ചെയ്തൊക്കെ വെച്ചതാണ്. പക്ഷേ ഇത് സോൾഡർ ചെയ്താലും ഈ പറഞ്ഞ രീതിയിൽ ക്ലിയർ ആയിട്ട് നിൽക്കണമെന്നില്ല. കാരണം സെൽഫ് മോട്ടർ കുറച്ച് ലോഡ് എടുക്കുന്ന സമയത്ത് വീണ്ടും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതായത് ആ സോൾഡർ ചെയ്യുന്ന ഭാഗം ഉരുകി വിട്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അസംബ്ലി ഇതേപോലെ ഹോൾഡർ അസംബ്ലി ആയിട്ട് മാറ്റേണ്ടി വരും. ഇത് കമ്പനി ആയിട്ടാണ്. നമുക്കിപ്പോൾ വരുമ്പോഴത്തേക്ക് തന്നെ റേറ്റ് വന്നത് 359 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. ഹോണ്ടയുടെ ജെനുവിൻ പാർട്സാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇത്ര റേറ്റ് ഉള്ളതുകൊണ്ടാണ് സാധാരണ സോൾഡർ ചെയ്ത് വയ്ക്കാറ്. ഫസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഇത് ലോഡ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുകി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ അതിനെ ചെയ്യുന്നതിൽ വലിയ കഥയില്ല. കാരണം ഇതിൻ്റെ കാർബൺ നോക്കുമ്പോൾ കാർബണൊക്കെ ഉണ്ട്, കണ്ടോ അത്രയും കാർബൺ ഉണ്ട്. പക്ഷേ പ്രോബ്ലം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചാലും റിപ്പീറ്റ് വരാൻ പോകുന്നത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. സെയിം കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊരു പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. 359 രൂപയാണ് നമുക്ക് എൻ്റെ വരാം. 300 രൂപ എൻ്റെ ലേബർ ചാർജും വരും. അഴിച്ചും മാറുന്നതിൻ്റെ ലേബർ ചാർജ് 300 വരും. അപ്പോൾ 659 രൂപയാണ് നമുക്ക് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കതനുസരിച്ചൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ.